അയൽപക്കത്തുകാരൻ ഒരു ഉപദ്രവകാരിയാണെന്ന് സാർ വിചാരിക്കുന്നുണ്ടാവും. സതിയുടെ മാല പൊട്ടിച്ചതിന്റെ പേര് ഞാൻ പെറ്റീഷൻ കൊടുത്തപ്പോ അത് സാറിന് മാനസിക പ്രയാസം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചില്ല. ഓ, അത് സാരമില്ല. മാനക്കേട് വരുത്തി വെച്ചിട്ട് മാപ്പ് പറയുന്ന അർത്ഥമില്ലെന്നറിയാം. എങ്കിലും പറയാ, ക്ഷമിക്കണം. അവൻ പഠിക്കുന്ന ചെറുക്കനല്ലേ, അതെങ്കിലും സാറിന് ഓർക്കാമായിരുന്നു. അതെ, ഓർക്കാമായിരുന്നു. തെറ്റായിപ്പോയി. ആ ഗ്യാങ്ങിൽ ഇവിടുത്തെ കുട്ടിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ അളിയന്റെ കയ്യിലിരിപ്പും ശകലം മോശ. അതിന് മറ്റുള്ളവരുടെ പുറത്ത് പഴിയാറേണ്ട കാര്യമില്ലല്ലോ. മാല കിട്ടിയോ സാർ? കയ്യിൽ കിട്ടിയില്ല. അതിപ്പോ വെറും മാലയല്ലല്ലോ, തൊണ്ടിയല്ലേ, സമയമെടുക്കും. ആരാ പ്രതി? ഒരു ഇസ്മായില, സിറ്റിയിലെ ലോഡ്ജ് റൂമിൽ നിന്നാ പിടിച്ചത്. അയാളുടെ ബൈക്ക് എവിടുന്ന് മോഷ്ടിച്ച. ഞാൻ ഇറങ്ങട്ടെ, വരട്ടെ. സുധിയല്ല മോഷ്ടിച്ചെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഓടാത്തതാണെങ്കിലും കാർ പോർച്ചിലൊരു കാറ് കിടക്കുന്ന സ്ത്രീകളെ സമയത്തോളം അന്തസ്സുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് നമുക്കത് മുതലാകുമോ? ശരിയാ. വർദ്ധിച്ചു വരുന്ന പെട്രോൾ വില, റിപ്പയറിങ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഡിസ്പോസ് ചെയ്തിട്ട് ആ തുക ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്ന ബുദ്ധി, ഇൻട്രസ്റ്റ് വിത്ത് സുഖമായിട്ട് നമുക്ക് ടാക്സി യാത്ര ചെയ്യാലോ. സാറിന്റെ തിയറി ഒരു കണക്കിന് ശരിയാ. ഈ സേവിങ്സിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കണം. രാജീവിന്റെ പ്രൈവറ്റ് ജോബ് ആയതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കണം. സിറ്റിയിൽ ഒരു മെഡിക്കൽ ഷോപ്പ് കൊടുക്കാനുണ്ടെന്ന് കേട്ടു. നല്ല ബിസിനസ് ഉള്ള ഷോപ്പാ. അതൊന്ന് അപ്രോച്ച് ചെയ്താലോ എന്ന് വിചാരിക്കുക. മെഡിക്കൽ ഷോപ്പ് പ്രോഫിറ്റബിൾ ബിസിനസ്സാ. പ്രോഫിറ്റ് മാത്രം ഉദ്ദേശിച്ചല്ല. മിക്കവാറും ഞാൻ ഈ ടൂറിലായിരിക്കുന്നോണ്ട് രാധയ്ക്ക് ബോറടിയാ. മോളെന്നോട് പറഞ്ഞിട്ടില്ല, എന്നാലും നമ്മളത് മനസ്സിലാക്കണ്ടേ. അതെടുത്തിരുന്നെങ്കിൽ മോൾക്കൊരു എൻഗേജ്മെന്റ് ആയനെ. ഷോപ്പിലൊക്കെ പോയിരിക്കാൻ രാധിക വില്ലിങ് ആകുമോ? മോൾ അതിലൊക്കെ ഇൻട്രസ്റ്റഡാ. പിന്നെ അത് ശരി. എനിക്ക് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. പുതിയ സാരി മേടിച്ചോണ്ട് വരിക, പുറത്തു കൊണ്ടുപോവുക, ഐസ്ക്രീം മേടിച്ചു തരിക. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. പ്രേമേട്ടന് ഇത് എന്ത് പറ്റി? എന്തു പറ്റാൻ? എപ്പോഴും വിചാരിക്കും. പക്ഷെ സമയം കിട്ടുമ്പോഴല്ലേ പുറത്തിറങ്ങാൻ പറ്റൂ. നമ്മുടെ കാര്യത്തിനും സമയം കണ്ടെത്തണം. വീടിനകത്ത് അടച്ചിരുന്ന് മടുത്തു. മറ്റുള്ളൊരു ഭാര്യമാരുമായിട്ട് എന്നും പുറത്തു പോകുന്നില്ലേ? ആ രാധികയും അദ്ദേഹവും കൂടി മെനഞ്ഞാന്ന് ഇവിടെ വന്നിരുന്നു. അന്നിവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. മമ്മൂട്ടി അദ്ദേഹത്തെ വിളിച്ച് കുറെ നേരം സംസാരിച്ചു. അവര് ഫ്രണ്ട്സാ. അതിന് മമ്മൂട്ടിക്ക് മെഡിക്കൽ ഷോപ്പില്ലല്ലോ, അയാൾ വക്കീലായിരുന്നില്ലേ? അയ്യോ, ഫിലിം ഫീൽഡിലുള്ള മിക്കവരുമായിട്ട് രാജേട്ടൻ നല്ല പരിചയത്തിലാ. അവരുടെ വീട്ടില് 3-4 പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. പ്രേമേട്ടനെ പോലെയല്ല, അദ്ദേഹത്തിന് നല്ല സോഷ്യൽ കോണ്ടാക്ട്സാ. രാജീവന്റെ എല്ലാ കോണ്ടാക്ട്സും രാധയ്ക്ക് അറിയോ? പ്രേമേട്ടൻ എന്താ അങ്ങനെ ചോദിച്ചത്? കാര്യം എന്താണെന്ന് പറ പ്രേമേട്ട. രാജീവന്റെയോ രാധികയുടെയോ അടുത്ത ബന്ധത്തിൽപ്പെട്ട പെൺകുട്ടികൾ ആരെങ്കിലും എന്റെ കോളേജിൽ പഠിക്കുന്നുണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ രാധിക പറഞ്ഞേനെ. ബന്ധുവാകാൻ സാധ്യതയില്ല. അല്ല, സംസാരവും പെരുമാറ്റവും ആ രീതിയിലായിരുന്നില്ല. ആരുടെ കാര്യമാ പറയുന്നത്? ഇന്ന് സെക്കൻഡ് അവർ കഴിഞ്ഞപ്പോ കോളേജിന്റെ പിന്നിലുള്ള ഗേറ്റിൽ ഒരു പെൺകുട്ടി രാജീവന്റെ ബൈക്കിൽ വന്നിറങ്ങുന്നത് കണ്ടു. സെക്കൻഡ് DC പഠിക്കുന്ന കുട്ടിയാ. രാജീവൻ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് അവരൊരു ഇമ്മോറലാണെന്ന്. ഇപ്പോ കണ്ണി കാണുകയും ചെയ്തു. ഒരു പെൺകുട്ടി ബൈക്കിന് പിന്നിൽ വന്നിറങ്ങുന്നതിൽ എന്ത് ഇമ്മോറാലിറ്റി ആണുള്ളത്? ആ കുട്ടിക്ക് അദ്ദേഹം ലിഫ്റ്റ് കൊടുത്തതായിക്കൂടെ? അയ്യോ, അതല്ല സുലോചനെ. അവരുടെ ചിരിയും അടക്കിയുള്ള സംസാരവും അതേതായാലും മാന്യമായിട്ടുള്ള ഒരു ബന്ധമല്ല. ഒരാളെ ഇഷ്ടമല്ലെന്ന് വെച്ച് ഇങ്ങനെയൊന്നും പറയരുത്. പ്രേമേട്ടന് പണ്ടേയുള്ള സ്വഭാവ. മനസ്സിന് പിടിച്ചില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ കൊണ്ടും വെറുപ്പിക്കും. കെട്ടി ഒരുക്കി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഐസ്ക്രീം മേടിച്ചു തന്നത് ഇതിനാണോ? സുലോചനെ, ഞാൻ കെട്ടിച്ചമയ്ക്കുന്ന ഒരു കഥയല്ലത്. പ്രേമേട്ടൻ ഇത്ര ചീപ്പാവരുത്. രാജേട്ടൻ ബാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടെന്ന് പറഞ്ഞ് രാധികയോട് ചോദിച്ച് ഞാൻ നാണം കെട്ടുപോയി. പാവം, ചില്ലറ മാറാൻ കയറിയതായിരുന്നു. സിഗരറ്റ് പോലും വലിക്കാത്ത മനുഷ്യനെ പറ്റി ഇല്ലായ്മ പറഞ്ഞ ദൈവകോപം കിട്ടും. അപ്പോൾ അവനൊരു കുടിയനാണെന്ന് നീ സമ്മതിക്കുന്നില്ല? ഇനി കുടിയനാണെന്ന് തന്നെ ഇരിക്കട്ടെ. കുടിച്ചാലും അദ്ദേഹം സ്മാർട്ടാണല്ലോ. ഹലോ, കേറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്നും കോളേജ് വരെ കൊണ്ടാക്കുവോ? തൽക്കാലം ഇപ്പൊ ഒരു ജോലിയുണ്ട്, അത് റിസൈൻ ചെയ്യാണെങ്കിൽ ആലോചിക്കാം. എന്നാൽ എന്നും പോകുന്ന പോലെ ഞാൻ പൊക്കോളാം. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല സാറേ, ചില ആണുങ്ങൾക്ക് ഞാൻ ലിഫ്റ്റ് കൊടുക്കും. സ്ത്രീകളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയേ അടങ്ങൂ എന്നുള്ള വാശിയിലാണല്ലോ സാറ്. സാറിന്റെ നാളേതാ? എന്തിനാ? അല്ല, മുന്നാളാണോന്ന് അറിയാനാ. നമ്മൾ തമ്മിൽ പൂർവ്വകാല വൈരാഗ്യങ്ങളോ ബന്ധങ്ങളോ ഒന്നുമില്ല. പിന്നെയും എന്തിനാണ് ഈ ഉരസലെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കിടന്നുകൊണ്ട് വേണോ സാറേ ഇത്? ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞതാ. പോട്ടെ.
സുലോചനയോട് എന്ത് പറഞ്ഞാലും ചൂടാറുന്നതിന് മുമ്പ് അവളത് രാധികയുടെ ചെവിയിലെത്തിക്കും. അത് ചോദിക്കാൻ ഈ കോന്തൻ ഉടനെ വണ്ടി എടുത്തുണ്ടെങ്കിൽ ഇറങ്ങും. ഇനി ഇവനെ പറ്റി ഒന്നും സുലോചനയോട് പറയാതിരിക്കുന്നതാണ് ഭംഗി. എനിക്കിഷ്ടാ. എന്തെങ്കിലും ഒരു ബിസിനസ് ഉള്ളത് നല്ലതല്ലേ? ശിവൻപിള്ള സാറിനോട് ഞാൻ സൂചിപ്പിച്ചു. പ്രൊസീഡ് ചെയ്യാനാണ് പുള്ളിയും പറയുന്നത്. കക്ഷി കണക്കിന്റെ രാജാനാണല്ലോ. എടുക്കണമെന്ന് തന്നെയാ ഞാനും പറയുന്നത്. പക്ഷേ 3 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കും രാജേട്ടാ? ബാങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ കിടപ്പുണ്ട്. പിന്നെ മോളുടെ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്ത് ഒരു 50 രൂപ. പിന്നെ പലരുടെയും ഒരു 5-10 രൂപ വെച്ച് ഒരു 50 രൂപ മറിക്കാം. എന്നിട്ടും 2.5 ആകുന്നുള്ളൂ. നമ്മുടെ ഹെൻറി 1 ലക്ഷം രൂപ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞ് അത് നടക്കും. തിരിച്ചു കൊടുക്കാൻ സാവകാശമുണ്ട്. മെഡിക്കൽ ഷോപ്പിന്റെ എഗ്രിമെന്റ് ഒരാഴ്ചക്കുള്ളിൽ വെക്കണ്ടേ? അതല്ലേ കുഴപ്പം. 2 ആഴ്ചത്തെ അഡ്ജസ്റ്റ്മെന്റിൽ എവിടെന്നെങ്കിലും ഒരു 50,000 രൂപ സംഘടിപ്പിക്കാൻ പറ്റിയ രക്ഷപ്പെട്ടു. ആ, അപ്പുറത്ത് സുലോചനയുടെ ഗോൾഡ് ലോക്കറിൽ ഇരിപ്പുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ തരും. പക്ഷേ എങ്ങനെയാ ചോദിക്ക? അതേതായാലും വേണ്ട. ആ പ്രേമേന്ദ്രൻ ഒരു വല്ലാത്ത ടൈപ്പാ. ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഒന്നും അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്ത് ചെയ്യേണ്ട ഏട്ടാ? ആ, മോൾ എന്തിനാ എക്സൈറ്റഡ് ആവുന്നത്? നമുക്ക് ശ്രമിച്ചു നോക്കാം. നടക്കുന്നെങ്കിൽ നടന്നാ മതി, ഇല്ലെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഗോമതി ചേച്ചിയുടെ ഗോൾഡ് ചോദിച്ചാലോ? ആ, ശിവൻപിള്ള സാർ അത് ഹരിച്ചും കുണിച്ചും ഒക്കെ വെച്ചിരിക്കുക. അയാൾ അത് തരുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? എന്താ അമ്മേ? സുലോചന ബാത്റൂമിൽ വീണ് കിടക്കുന്നു. വിളിച്ചിട്ട് അനക്കമില്ല. പതുക്കെ വീടും പൂട്ടിയിട്ടിട്ട് നിങ്ങൾ ഇതെവിടെ പോയി? ഫോണ് വയ്ക്കൂ. പിന്നെ വരാം. നിനക്ക് അപ്പുറത്തും ഇപ്പുറത്തും ചോദിക്കായിരുന്നില്ലേ? അമ്മയും ഭാര്യയും എവിടെ പോയി ഞാൻ അയലത്തുകാരോട് വേണം ചോദിക്കാൻ അല്ലേ? എന്താന്നും മിണ്ടാത്തത്? ഞാൻ വരാൻ വൈകുമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് സിനിമ കാണാൻ ഇറങ്ങിയതായിരിക്കും. മോൾ അകത്തേക്ക് പോ. അവളുടെ തോന്നിയ അമ്മയും കൂട്ടുക. എന്ത് തോന്നിയ ദിവസം കാണിച്ചെന്നാ? സുലോചന ബാത്റൂമിൽ തലയേറ്റ് വീണു. ഞങ്ങൾ ആശുപത്രി പോയിട്ട് വരിക. അവക്കെന്താ? അവള് ഗർഭിണിയാ. ഞാൻ പ്രതീക്ഷിച്ച പോലെ സ്വന്തം വീട്ടിൽ നമ്മുടെ കുഞ്ഞ് എനിക്കാൻ പോകുന്നു. ആ വിവരം പ്രേമേട്ടന്റെ കാതിൽ പറയാൻ കൊതിച്ചു വരികയായിരുന്നു. അപ്പോഴല്ലേ സിനിമയ്ക്ക് പോയെന്നും പറഞ്ഞൊരു ചാടിക്കയറ്റം. പോട്ടെ, അറിയാതല്ലേ. പിന്നെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടി വരിക. ഇപ്പോഴുള്ള പരിഭവവും പിണക്കവും ഒക്കെ മാറ്റിവെച്ച് സുലോചന കുറച്ചുകൂടി സീരിയസ് ആവണം. എന്റെ പങ്ക് കൂടി പ്രേമേട്ടൻ സീരിയസ് ആവുന്നുണ്ടല്ലോ. ഞാനും കൂടി അങ്ങനെ ആയാൽ ഭ്രാന്ത് പിടിക്കും. നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ട് പ്രേമേട്ടന് സന്തോഷമില്ലേ? പിന്നില്ലേ. പക്ഷെ വേണ്ടിയിരുന്നില്ല എന്ന ഭാവമാണല്ലോ മുഖത്ത്. ആര് പറഞ്ഞു? പ്രേമേട്ടൻ അച്ഛനാകാൻ പോകുന്നെന്ന് അറിയുമ്പോ സന്തോഷം കൊണ്ട് എന്നെ വാരിയെടുത്ത് വട്ടം കറക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. അതൊക്കെ സിനിമയിലല്ലേ. സിനിമയിലായാലും അവരും മനുഷ്യരല്ലേ. രാധിക ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ രാജീവൻ അവളെ എടുത്ത് വട്ടം കറക്കി കാണും അല്ലേ? കളിയാക്കൊന്നും വേണ്ട. തലചുറ്റി വീണപ്പോ ടാക്സി വിളിച്ചോണ്ട് വരാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനും അദ്ദേഹമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഉഷ്ണം. ആ, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? കൈയോട് കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങൾ ആദ്യം പേടിച്ചു പോയി. ഇത് പിടിച്ചേ. ഇത് ഓരോ ടേബിൾ സ്പൂൺ വീതം രാവിലെയും വൈകിട്ടും ആഹാരത്തിന് ശേഷം. ഇത് ദിവസം 3 നേരം. ഇത് ഓരോന്നും കിടക്കുന്നതിന് മുമ്പ്. ഇപ്പൊ ഇത്രയും മതി. ആ, ആഹാരം നല്ലപോലെ കഴിക്കണം. പിന്നെ ഈ മുന്തിരി തലേന്ന് കുറച്ച് പഞ്ചസാര ഇട്ട് വെച്ചിട്ട് രാവിലെ അതിങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നത് നല്ലതാ.
മെഡിസിൻസ് ഒക്കെ സമയാസമയങ്ങളിൽ സാറ് തന്നെ കൊടുക്കണം. സ്ത്രീകൾ ഇതൊക്കെ മറക്കും. ഞാനിടയ്ക്ക് വന്നോളാം. ഇനി ഇവന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന അപകടമാ. നാട്ടുകാർ അത് ഇതും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഇവനെ ഒതുക്കണം. ഞാൻ ആലോചിക്കുന്ന അതല്ല, ഈ മരുന്ന് കച്ചവടത്തിനിടയിലും ഇതൊക്കെ കണ്ടുപിടിക്കാൻ രാജീവിനോടുന്ന സമയം എന്നാ. ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് കണ്ടതാ. ശിവൻപിള്ള സാർ ആള് വളരെ സെൻസിറ്റീവാ. അധികം ആരും അറിയുന്നതിന് മുമ്പ് സുധിയെ വിളിച്ചൊന്ന് താക്കീത് ചെയ്യണം. അന്നത്തെ പോലെ സംസാരിച്ച് വഷളാക്കണ്ട. സുലുവിന് വിഷമം തോന്നാത്ത വിധത്തില് മൈൽഡായിട്ട് മതി. ആർക്കാ? സുലുവിന്. സുലു? ഏത് സുലു? നമ്മുടെ സുലു. നമ്മുടെ സുലു? സുലോചന. ആ സുലോചന എന്റെ ഭാര്യ. അവക്ക് വിഷമം തോന്നാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അല്ലേ? അത് നമുക്ക് ശരിയാക്കട്ടാ. ഒരു മിനിറ്റ് ചെന്നേ. ഇയാൾ ആരാന്നാ വിചാരം? മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ കയറി ഇടപെടാൻ താൻ ആര്? ജോർജ് ബുഷോ? എന്റെ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിനൊരു ബ്രോക്കറുടെ ഒത്താശ എനിക്ക് വേണ്ടോ? സാർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ. താൻ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയാം. പെണ്ണുങ്ങളുടെ മുമ്പ് ഷൈൻ ചെയ്യാൻ തന്റെ അഭ്യാസം ഉണ്ടല്ലോ, അത് എന്റെ വീട്ടിൽ വേണ്ട. അതെ, ഈ മൂഡിൽ സംസാരിച്ച് ശരിയാവില്ല. നമുക്ക് പിന്നെ കാണാം. പിന്നെ കാണണ്ട. പോയി വലിയ ഡോക്ടർമാരെ മറക്കണോ, അവര് വീഴും.